എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ദേവൂട്ടീനൊരു സാറേൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും പോയതല്ലേ, അപ്പം നമ്മളെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്കൊരു വീഡിയോയും ഒരു ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ദേവൂട്ടീനെ കൊണ്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വഴിയേ ഇതിലിടുന്നതായിരിക്കും. അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മളെ വ്ളോഗേഴ്സിന് വേണ്ടി നമ്മൾ ഈ ലൊക്കേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൊയ്ത്തും മേതിയൊക്കെ അതേപോലെ നിർത്തുന്ന തലശ്ശേരിയിലൊരു സ്ഥലമാണിത്. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എന്തായാലും പഴമയുടെ മാധുര്യം അതേപോലെ കാത്തു സൂക്ഷിക്കാൻ ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ നാടൊക്കെ ആകെ മാറി. പക്ഷേ മാറാത്തത് ഈ ഒരു സ്ഥലം മാത്രമാണ്. എപ്പോഴും ഗ്രാമീണത തുളുമ്പുന്ന സ്ഥലം, അതായത് ഒരു അഗ്രഹാര ഫീലിംഗ് ഒക്കെ കിട്ടുന്നത്. അഗ്രഹാരം തന്നെയാണിത്. കാരണം ബ്രാഹ്മിൻസാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, കാരണം ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പഴമയുള്ള അതേപോലെ തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഗ്രാമീണ ഭംഗി ആസ്വദിക്കേണ്ടവർ ഇങ്ങോട്ട് വന്ന് കണ്ടാൽ മതി. അടിപൊളി സ്ഥലമാണ്. പിന്നെ എൻ്റെ നാടും കൂടിയാണ്. ഞാനും ഇപ്പോൾ ഒരു തലശ്ശേരിക്കാരിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായോ? അപ്പം ഞാൻ പറയാം. ഇത് നമ്മളെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷനാണ് ഈ വയലൊക്കെ ഉള്ളത്. ജഗന്നാഥ ക്ഷേത്രം ഫേമസ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവർക്കാണെങ്കിൽ നമ്മളെ തലശ്ശേരി എത്തുന്നതിന് മുമ്പാണ് ജഗന്നാഥ ക്ഷേത്രം. അപ്പോൾ ട്രഡീഷണൽ അല്ലേ നമ്മൾ എന്തായാലും ഇന്ന് ഫുള്ള്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു തമിഴ് സ്റ്റൈലുള്ള ഫുഡ് തന്നെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ പോകുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രത്തിലേക്കാണ്. ഇതും ഫേമസ് ആയ ക്ഷേത്രമാണ്, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ സായാഹ്നം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. കാരണം തലശ്ശേരിക്കാർക്ക് അഭിമാനിക്കാം ഈ ഒരു സ്ഥലത്തിന് വേണ്ടി.